ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രം കൂടിയായ കൊടുങ്ങല്ലൂർ അശ്വതി ഭരണി നാളിൽ നടക്കുന്ന ഉത്സവത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ എനിക്കും അനുഗ്രഹം കിട്ടി. പാലക്കാട് മണ്ണൂർ സ്വദേശിയായ പ്രത്യങ്കിരി കണ്ണകി ദേവീക്ഷേത്രമായ ഭവദാസ് എന്ന വ്യക്തിയിലൂടെയാണ് ഞാൻ ആ ദേവിയെ കാണാൻ പോയിരുന്നത്. നമുക്ക് വിശ്വാസം എന്നുള്ളത് നമ്മളുടെ പല കാര്യങ്ങളും നിറവേറ്റുമ്പോഴാണ്. നമുക്ക് വേദന വരുമ്പോൾ ദൈവങ്ങളെ എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പം ഞാനും കുറേ കാലം വേദനിച്ചിരുന്നു, എനിക്കൊന്നും കിട്ടിയില്ല. അവസാനം ഞാൻ ഭവദാസ് എന്ന വ്യക്തിയിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ നിറവേറ്റി, കുറേ കാര്യങ്ങൾ എനിക്ക് നടന്നു. ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളും നടക്കുന്നത് നമ്മൾ വിശ്വാസത്തിലൂടെയാണ്. എനിക്ക് ആ വിശ്വാസം തന്നത് അവനാണ്. അങ്ങനെ കാലത്ത് ഞങ്ങൾ അശ്വതിയുടെ മുന്നായിട്ട് ഉത്രട്ടാതി ശനിയാഴ്ച ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പൂജ കഴിഞ്ഞു, ദുർഗാക്ഷേത്രത്തിലൊക്കെ പൂജ കഴിഞ്ഞു. പിന്നെ അവരുടെ വീട്ടിലൊക്കെ ഉറിഞ്ഞു തുള്ളി. എത്ര മനോഹരമായിട്ടാണ് ഉറിഞ്ഞു തുള്ളുന്നത്. പാടത്തിൻ്റെ നടുവിലായിട്ട് ഒരു അമ്പലത്തിൽ ഉറിഞ്ഞു തുള്ളുമ്പോൾ ഭയങ്കര ആഘോഷത്തോടെ കൊട്ടും വാദ്യം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഉറിഞ്ഞു തുള്ളി ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ കുറേ അമ്പലം എത്തുന്നവരെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ 13 പേരാണ് ഞങ്ങൾ കൂടെ പോയിരുന്നത്. കുറേ അമ്മമാരും ചേച്ചിമാരും ആ 2 ദേവികൾ തുള്ളുന്നതും ഒക്കെ കൂടി ആഘോഷിച്ചാണ് പോയത്. അവിടെ ദേവി ചൈതന്യത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന കോടിക്കണക്കിന് ജനങ്ങളിലെ മുൻപ് സാക്ഷിയാക്കി ദൈവം നിൽക്കുമ്പോൾ, അത്രയും ഉഗ്രതയോടെ അത്രയും അനുഗ്രഹത്തോടെ നമ്മൾ നിൽക്കുമ്പോൾ എത്രയോ ജനങ്ങൾ അവിടെ വന്ന് കോമരം തുള്ളുകയും ചെറിയ കുട്ടികൾ തുടങ്ങി വലിയവർ വരെ അവിടെ ദേവിയുടെ ചൈതന്യം നിറവേറ്റി അവർ അനുഗ്രഹിക്കുമ്പോഴും നമുക്ക് എത്രയോ സന്തോഷമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കായൽക്കര പോയി കുളിച്ചു തൊഴുതി നല്ല ആഘോഷത്തോടെ രാവിലെ വന്ന് അശ്വതി നാളിൽ രാവിലെ വന്ന് തമ്പ്രാക്കന്മാരുടെ മുന്നിലേക്ക് അവിടെ അനുഗ്രഹത്തോടെ അവർ ചൈതന്യം കൊള്ളുമ്പോൾ നമുക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ പലതും കിട്ടും. ഞാനും അതിൽ പങ്കെടുക്കുവാൻ ഒരു ആഗ്രഹവും എനിക്ക് സഫലമായി തീരുവാനും ഞാൻ അമ്മയെ കൈവണങ്ങുകയാണ്. നല്ലത് നടക്കാൻ നമ്മൾ വിശ്വാസം കൊണ്ട് നല്ലത് നടക്കും. അതുപോലെ വിശ്വാസം എന്നുള്ളത് നമ്മൾ ഒരാളുടെ മേലെ കാണിക്കാൻ പറ്റുള്ളൂ. എനിക്കും ഒരാളുടെ മേലെ ഞാൻ കാണിച്ചു. അതാണ് ഭവദാസ് എന്ന ഒരു വ്യക്തിയുടെ മേലെ. എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങളും നല്ലതുപോലെ അനുഗ്രഹിക്കട്ടെ. ദേവി നല്ല ചൈതന്യത്തോടെ വരട്ടെ. ഞാനും പ്രാർത്ഥിക്കാം ആ ഈശ്വരിയിൽ വെച്ച്. അമ്മേ ശരണം, ദേവി ശരണം.